നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം ഇരുവിഭാഗം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ തലയ്ക്ക് ചട്ടി കൊണ്ടുള്ള അടിയേറ്റ് യുവാവിന് പരിക്കേറ്റു. മണിയറക്കോട് കൊയ്യാങ്കോട്ടിൽ അബ്ദുൾ റസാഖ് മകൻ മുഹമ്മദ് റിൻഫാസിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8:30 ആശുപത്രിക്ക് സമീപത്തുള്ള ചായക്കടയ്ക്ക് മുന്നിൽ വെച്ച് ഇരുവിഭാഗവും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കോലിക്കര സ്വദേശികളായ യുവാക്കളാണ് റിഫാസിനെ ആക്രമിച്ചതെന്ന് കരുതുന്നു. കുന്നംകുളം ASI മധു സ്ഥലത്തെത്തി 3 പേരെ കസ്റ്റഡിയിൽ എടുത്തതായാണ് സൂചന. പെങ്ങേമുക്ക് കള്ളുഷാപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി കാലിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കാൽ തകർന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത്. ചിറക്കൽ ഭാഗത്തു നിന്നും പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി കാൽ തകർന്നതോടെ പെങ്ങാമുക്ക് മേഖലയിൽ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ KSEB ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റുന്ന ജോലികൾ ആരംഭിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം നഗരസഭയിലെ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന് മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് നടക്കും. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 28 ഉച്ചയ്ക്ക് 12 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാട്ടുകുളം ഔദ്യോഗികമായി ജനങ്ങൾക്ക് സമർപ്പിക്കും. EC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ചാട്ടുകുളത്ത് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് EC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിനുവേണ്ടി എല്ലാവരുടെയും കൂടി ശ്രമം എന്നാണ് ബന്ധിക്കേണ്ടത്. ഇവിടെ അല്പം കൂടി പണികൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പൈസ 20 ലക്ഷം രൂപ അതിന് പ്രത്യേകം അനുമതിയായിട്ടുണ്ട്. അതിലൊരു ഡിസൈൻ ചെയ്ത് തന്നെ കൈവശത്തിൻ്റെ അനുമതിയിലേക്ക് കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള അലങ്കാര വിളക്കുകൾ ഇതിൻ്റെ കൂടെ വരും. അത് നമുക്ക് മിക്കവാറും ജനുവരി മാസത്തിൽ തന്നെ പണി തീർക്കാനാവും. വളരെ ചെറിയ പണികളാണുള്ളത്. അതിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പറ്റിയ ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെയുള്ള അതിനു വേണ്ടിയുള്ള ആളുകളെ ഇന്ന് കണ്ടെത്തി പിടിച്ച് ചെയ്യേണ്ടതാണ് ആ പണി. അതുകൂടി ഈ കുളത്തിൻ്റെ പണിയുടെ ബാക്കിയാകും എന്നുള്ള നിലയ്ക്ക് ചെയ്യാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സ്ഥലം തീരുമാനിക്കണം. സംഘാടക സമിതി ഭാരവാഹികളായി സീതാ രവീന്ദ്രൻ, ബിന്ദു PV എന്നിവരെ നിയോഗിച്ചു. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പാണ് നിർവഹണ ചുമതല വഹിച്ചത്. 4 ഏക്കറോളം വിസ്തൃതിയിലാണ് വിശാലമായ ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കുകയും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടികളും കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ച നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കി. കഴിഞ്ഞ 45 വർഷങ്ങളായി എളവള്ളിയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന എളവള്ളി യൂത്ത് ചേംബർ ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ISA ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷനായി. സെക്രട്ടറി സർഫാസ് മുഹമ്മദ്, ട്രഷറർ അഭിജിത്ത്, പാലിയേറ്റീവ് കോർഡിനേറ്റർ KP ശ്രീജിത്ത്, അമല ക്യാമ്പ് കോർഡിനേറ്റർ ജിജോ ജോസ് എന്നിവർ സംസാരിച്ചു. നാട്ടിലെ പ്രായമായവർക്കും കിടപ്പു രോഗികളായവർക്കും ഏറെ പരിചരണം വേണ്ട ഘട്ടത്തിൽ അവരെ സഹായിക്കുന്നതിനും മറ്റ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനും കഴിയുന്ന തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേന യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് ഉപകരണങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് മരുന്നുകളും യൂത്ത് ചേംബർ GCC വിങ്ങിന്റെയും സീഖ് എളവള്ളിയുടെയും മറ്റ് കഴിയാവുന്നവരുടെയും സഹകരണത്തോടെ നൽകും. എളവള്ളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുക. 7 ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ എളവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 422 പേർ പങ്കെടുത്തു. 2025-26 അധ്യയന വർഷത്തെ ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ 21-22 തീയതികളിൽ നടക്കും. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുന്നിയൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രമേള നടക്കുക. മേളയുടെ ഉദ്ഘാടനം 21 തീയതി രാവിലെ 10 മണിക്ക് ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിക്കും. സമാപന സമ്മേളനം 22 തീയതി വൈകിട്ട് മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഉപജില്ലയിലെ
ജില്ലയിലെ 96 സ്കൂളുകൾ മേളയിൽ പങ്കെടുക്കും. സയൻസ്, സോഷ്യൽ സയൻസ് മേളകൾക്ക് പുന്നയൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ വേദിയാകും. പ്രവൃത്തി പരിചയമേളയും IT ഗണിതശാസ്ത്ര മേളകളും കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 2 ദിവസങ്ങളിലായി 3350 കുട്ടികൾ മേളയിൽ പങ്കെടുക്കും. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. നവംബർ 29 ശനിയാഴ്ച നടക്കുന്ന അയ്യപ്പൻ വിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് ഞായറാഴ്ച മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് നടന്നത്. അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്കു പാർട്ടി. ചടങ്ങിൽ മുലയമ്പറമ്പത്തുകാവ് വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കുമെന്നത് ഗൗരവമായി കാണണമെന്ന് വിസ്ഡം ചാവക്കാട് മണ്ഡലം മുജാഹിദ് പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. കുടുംബം, ധാർമ്മികത, സമൂഹം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ മദനി ഉദ്ഘാടനം ചെയ്തു. കാസിം ഉരുമനയൂർ അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത സെഷനുകളിലായി PK അഷ്റഫ് സുലമി, KM ഹൈദരാലി, യൂത്ത് പ്രതിനിധി ആഷിഖ് ഷൊർണൂർ, വിദ്യാർത്ഥി പ്രതിനിധി കബിൽ, അസ്ലം വലപ്പാട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സമ്മേളനത്തിന് ബാദുഷ PM സ്വാഗതവും യൂസഫ് എടക്കഴിയൂർ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി PM ബാദുഷ പ്രസിഡന്റ്, ആരിഫ് അബ്ദുൽ വഹാബ് സെക്രട്ടറി, അലാവുദ്ദീൻ ചാവക്കാട് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കാട്ടകമ്പാലിൽ 29കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകമ്പാൽ സ്വദേശി നടുവിൽപ്പാട്ട് വീട്ടിൽ രത്നാകരന്റെ മകൻ 29 വയസ്സുള്ള NR രാഹുൽ കൃഷ്ണയാണ് ആത്മഹത്യ ചെയ്തത്. ശനിയാഴ്ച രാത്രി 10 മണിക്കും ഞായറാഴ്ച രാവിലെ 7:30 ഇടയിലുള്ള സമയത്താണ് സംഭവം. കിടപ്പുമുറിയിലെ ഫാനിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കെട്ടഴിച്ച മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കുന്നംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ജോലി ലഭിക്കാത്തതിന്റെയും വീടിന്റെ വായ്പ അടച്ചു തീരാത്തതിന്റെയും മനോവിഷമത്തിലായിരുന്നു എന്ന് പറയുന്നു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.